തെന്മല പരപ്പാർ ഡാമിൽ ചോർച്ചയുള്ളതായി ഡാം സുരക്ഷാ അതോറിറ്റി കണ്ടെത്തി. ചെയർമാൻ രാജേന്ദ്രൻ നായരുടെ സന്ദർശനത്തിലാണ് ഡാമിലെ ചോർച്ച കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ ഡാമിലെത്തിയ അദ്ദേഹം പവർ ഹൌസ്, ഡാം ഗാലറി, ഡാം ടോപ്പ്, ഷട്ടറുകൾ, സ്പിൽവേ തുടങ്ങിയവ സന്ദർശിച്ചു. രണ്ടിടത്താണ് പ്രധാനമായും ചോർച്ച കണ്ടത്. ഇതിൽ ഒന്ന് ഗുരുതരമായ ചോർച്ചയാണെന്ന് അദ്ദേഹം ലൈവ് വാർത്തയോട് പറഞ്ഞു. ഒരു ലീക്ക് വളരെ സീരിയസ് ലീക്കാണ്. ask the department to rectify it without customer, so that it needs repair. അപ്പോൾ റിപ്പയർ അഡ്വൈസ് ചെയ്യും ഗവൺമെൻറ്റിന്, ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി റിപ്പയർ ചെയ്യും. പിന്നെ ഷട്ടേഴ്സിന് ലീക്കുണ്ട്, അത് റിപ്പയർ ഉണ്ട്. ഷട്ടറുകൾക്കും ചോർച്ചയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. വിഷയം അതീവ ഗൌരവത്തോടെ ഡിപ്പാർട്ട്മെന്റിനും സർക്കാരിനും റിപ്പോർട്ട് ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. ഡാമിൽ ജലനിരപ്പ് റെക്കോർഡ് നിലയിൽ തുടർന്നിട്ടും വൈദ്യുതി ഉത്പാദനം പൂർണ്ണമായും നടക്കാതിരിക്കുന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിൽ ഒരു ജനറേറ്റർ മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും വെള്ളം പാഴാകുന്ന അവസ്ഥയാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ പ്രധാനമായിട്ടും ഇതാണ് ഇഷ്യൂ അഡ്രസ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പവർ പ്രൊഡക്ഷൻ, അതർവൈസ് ലോസ് ഓഫ് പവർ. വെള്ളം കറണ്ട് ഉണ്ടാക്കാവുന്ന വെള്ളം വെറുതെ വേസ്റ്റാക്കി കളയാം, വെറുതെ തുറന്നു വിടുക. പിന്നെ ഇപ്പോൾ ഇറിഗേഷന് വെള്ളം കൂടുതലും ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. എല്ലാ കിണറുകളിലും വാട്ടർ ടൈപ്പ് ഉയരും, ഈ കനാൽ സപ്ലൈ ഉള്ളതുകൊണ്ട്. KCB ജനറേഷൻ നടക്കുന്നുള്ള ഒരു ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, 2 ജനറേറ്റർ ഒരെണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്, 2 വർക്ക് ചെയ്യുന്നുണ്ട്. 2 വർക്ക് ചെയ്ത് 15 മെഗാവാട്ട് പവർ പ്രൊഡക്ഷനാണ്. ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ട്രയൽ റണ്ണാണ് നടക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ആണോ? അതറിയില്ല, അത് നമുക്ക് ഞങ്ങൾ വേണം അന്വേഷിക്കാം. ഒന്ന് വർക്ക് ചെയ്യണമെന്ന് ഞങ്ങളോട് പറഞ്ഞു, അത് ശരിയാണെന്ന് അറിയാൻ പറ്റും. IDRB ചീഫ് എഞ്ചിനീയർ മഹാദേവൻ, ബി ലതിക, ഉദയകുമാർ, അച്ഛൻ കുഞ്ഞ് തുടങ്ങിയവരും ചെയർമാനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല.